അപ്പോൾ ഇന്നത്തെ കിറ്റു സീരീസിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഉപ്പുമാവാണ്. ഇത് മോസ്റ്റ്ലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ലഞ്ചിന് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ നല്ലപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി അത് തോരാൻ വേണ്ടി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കടുക് വറുക്കുന്നതിലേക്ക് ആവശ്യമായിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണാക്കിയത്, ബട്ടർ, പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക്, കാന്താരിമുളകോ പച്ചമുളകോ അത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി എന്ത് വേണമെങ്കിലും ആവും, ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ഹാഫ് സവാള ഉള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഒന്നുമില്ലെങ്കിലും ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേറ്റിംഗ് ബ്ലേഡ് ഇട്ട ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സി ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അത് മിക്സിയുടെ പൊടിക്കുന്ന ബൗളിലിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി. പൾസ് അല്ലെങ്കിൽ വിപ്പ് ഓപ്ഷനുള്ള മിക്സീസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും, അരഞ്ഞു പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് മിൻസ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വെച്ച റൈസാണ് ഈ കാണുന്നത്. നോക്കിയാൽ അറിയാം, നമുക്ക് കോളിഫ്ലവർ നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കുന്ന അതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കാന്താരിമുളകും ഇട്ട് കൊടുക്കാം. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാത്തവർക്കും ഇത് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവർക്ക് വേണമെങ്കിൽ അത് ബട്ടർ ചെയ്യണമെന്നില്ല, വെളിച്ചെണ്ണയിൽ ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞ് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. നമുക്ക് ക്യാരറ്റും ബീൻസും ഒന്നും കീറ്റോ വെജിറ്റബിൾസ് അല്ല, അതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലേവറിന് കുറച്ചൊരു തേങ്ങ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം, നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇനി നമുക്കിത് ചെറിയ തീയിൽ തന്നെ തുറന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് തോർത്തിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. വെള്ളം വന്നിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഓപ്ഷണലാണ്, ഇടണമെന്നില്ല. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കോളിഫ്ലവർ ഉപ്പുമാവ്. അതിൻ്റെ കൂടെ ഒരു പനീർ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. പനീറും വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ മിക്സ് ചെയ്തിട്ട് 2-3 കാഷ്യൂനട്ട്, ഒരു ഗ്രീൻ ടീ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് കൊടുക്കുക. കീറ്റോ ഡയറ്റിൽ എല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ